ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നല്ലൊരു കിട്ടിലൊരു മലയാളം മൂവി വന്നിട്ടുണ്ടായിരുന്നു, ബാലൻ ദി ബോയ്. മൂവി എങ്ങനെയുണ്ടെന്ന് അറിയട്ടെ. സോ ഗൈസ്, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നല്ല കിട്ടിലൊരു ക്ലാസിക്കൽ മൂവി ബാലൻ ദി ബോയ് എന്ന് പറയുന്നത്. നല്ലൊരു അടിപൊളി ഒരു ക്ലാസിക്കൽ പടം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു മൂവി എന്നൊക്കെ പറയുമ്പം ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംഭവമാണ് ബാലൻ എന്ന് പറയുന്ന മൂവി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം നല്ല സ്റ്റോറി, നല്ല ഡയറക്ഷൻ, നല്ല രീതിയിൽ അങ്ങ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറിയുള്ളൊരു മൂവിയാണ് ബാലൻ എന്ന് പറയുന്നത്. സോ മൂവി ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഹാഫ് ഒരു ത്രില്ലറാണ് ഈ മൂവി എന്ന് നമുക്ക് പറയാം. കുറച്ചൊരു ഹൈപ്പൊക്കെ തന്ന് ത്രില്ല് ചെയ്യിപ്പിക്കുന്ന, എന്താണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു ഫസ്റ്റ് ഹാഫാണ് ഈ മൂവിക്ക് വന്നിരിക്കുന്നത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന പുതിയ ആൾക്കാരാണ്, ഒരു സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അപ്പം സെക്കൻഡ് ഹാഫ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, സെക്കൻഡ് ഹാഫ് നമുക്ക് ത്രില്ലറാണെന്ന് പറയുന്നേക്കാളും കുറച്ച് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സ്. അത് ഇതിൽ ഈ മൂവിയുടെ മെയിൻ സ്റ്റോറി തീം എന്താണെന്ന് വെച്ചാൽ, ഒരു അമ്മയും മകനുമായിട്ടുള്ളൊരു കണക്ഷനാണ് ഈ മൂവിയുടെ ഒരു സ്റ്റോറി തീം എന്ന് പറയുന്നത്. സോ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഇമോഷണലാവും. അങ്ങനത്തെ കുറച്ച് സീനുകളാണ് വരുന്നത് സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് നേരത്തെ പറഞ്ഞ ഒരു ത്രില്ലറാണ്. ക്ലൈമാക്സിൽ ചെറിയൊരു ട്വിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ കിട്ടിലുമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും സമ്മതിച്ചേ പറ്റത്തുള്ളൂ. ആ ട്വിസ്റ്റൊന്നും ആരും എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സംഭവമല്ല. അപ്പം നല്ലൊരു കിടിലൻ പടമാണ്. ഏകദേശം 2 മണിക്കൂർ 27 മിനിറ്റാണ് ഈ മൂവി ഉള്ളത്. കണ്ടിരിക്കാൻ പറ്റുന്ന അതിൻ്റെ ഓരോ വിഷ്വൽസിൻ്റെയും ക്വാളിറ്റിയാണ് എടുത്ത് പറയേണ്ടത്. സ്റ്റോറി ബെസ്റ്റാണ്. ഞാൻ സ്റ്റോറിയുടെ കാര്യത്തൊന്നും പറയുന്നില്ല, സ്റ്റോറി ബെസ്റ്റാണ്. നമ്മൾ സ്റ്റോറി ഒരു സൈഡിൽ മാറ്റി വയ്ക്കുക. നമുക്കിതിൻ്റെ മേക്കിങ്ങിനെ പറ്റിയും ഡയറക്ഷനെ പറ്റിയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ പറ്റിയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ടോപ്പ് നോച്ച്. നമുക്കൊരു മലയാളം സിനിമയിൽ നിന്നൊരു അവാർഡ് വിന്നിങ് മൂവിക്ക് പോകാനുള്ള ചാൻസ് ഉള്ളൊരു പടമാണ് ബാലൻ എന്ന് പറയുന്ന മൂവി. സോ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്തേ പറ്റുള്ളൂ. ഇത് സ്റ്റോറീനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ മേക്കിംഗ് കാണാൻ വേണ്ടിയാണ് തിയേറ്ററിൽ പോകേണ്ടത്. കാരണം ഓരോ എടുത്തിരിക്കുന്ന ഷോട്ട്സിൻ്റെയും പെർഫെക്ഷൻ, ലൈറ്റിങ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അല്ലെങ്കിൽ ഈവൻ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ കിടിലുമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ചെറിയൊരു എന്താ പറയുക, ഒരു പല്ലിയുടെ ഒരു ചിലയ്ക്കുന്ന ഒരു സൗണ്ട് പോലും ഒരു കിടിലുമായിട്ട് അത് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പല സ്ഥലത്തും അത് കേൾക്കാൻ പറ്റും. എന്തായാലും നല്ലൊരു മൂവിയാണ്, നല്ലൊരു കിടിലൻ പടം. സോ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആരൊക്കെയും നമുക്ക് നോക്കാം. പുതിയ ആക്ട്രസ്സാണ് ഫർസാന പാലത്തിങ്കൽ. പുള്ളിക്കാരിയാണ് ഇതിൽ അമ്മയുടെ റോള് അഭിനയിക്കുന്നത്. പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഫസ്റ്റ് മൂവിയാണെന്ന് പറയത്തേ ഇല്ല. ഇനിക്കൂടെ പുള്ളിക്കാരി ഒരു മോഡലാണ്. പിന്നെ ഒരു കൊച്ചു പയ്യനുണ്ട്, നമ്മൾ ആ മൂവിയുടെ പോസ്റ്ററിലൊക്കെ കാണുന്ന ആദിശേഷൻ KR എന്ന് പറയുന്ന പയ്യൻ. എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് പയ്യ അഭിനയിച്ചേക്കുന്നത്. വലിയ ഡയലോഗ്സും സംഭവങ്ങളൊന്നുമില്ല, ബട്ട് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്ന ആ റോള് സമ്മതിച്ചേ പറ്റുള്ളൂ. നല്ലൊരു ക്യൂട്ട് ഐസൊക്കെ ഉള്ളൊരു മോനാണ് ആദിശേഷൻ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പടങ്ങൾ ഇനിയും കിട്ടും. പിന്നെ സിനാൻ എന്ന് പറയുന്ന ഒരു പയ്യനുമുണ്ട്. ആദിശേഷൻ കുറച്ച് വലുതായി വരുമ്പോൾ ഈ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന സിനാൻ എന്ന് പറയുന്ന പയ്യനാണ്. പുള്ളിയും പെർഫെക്റ്റായിട്ട് സെക്കൻഡ് ഹാഫ് പൊളിച്ചടുക്കിയിട്ടുണ്ട്. നല്ല റോൾ. പിന്നെ ജീൻ പോൾ ലാലിൻ്റെ മോൻ, പുള്ളിക്ക് അത്യാവശ്യം നല്ലൊരു റോള് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗിരീഷ് ഉണ്ട് SI ആയിട്ട്, നമ്മളെ ഡയറക്ടർ ഗിരീഷ്. പിന്നെ ക്യാമിയോ, ഇറ്റ്സ് ടോവിനോ തോമസ്. നല്ലൊരു കിടിലൊരു റോള്. പുള്ളിക്ക് കൊടുത്ത റോൾ അനുസരിച്ച് പുള്ളി നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ടോവിനോ ഒരു ഗസ്റ്റ് റോളാണെന്ന് നമുക്ക് പറയാം, ക്യാമിയോ ആണെന്ന് പറയാം. കാരണം കുറച്ച് സീക്വൻസേ ഉള്ളൂ. ബട്ട് പുള്ളിക്കാരൻ്റെ ആ ഒരു ചേഞ്ച്, ഒരു മേക്കപ്പ് ആണെങ്കിലും മേക്ക് ഓവർ ആണെങ്കിലും ഭയങ്കര ചേഞ്ച് ആയിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. കുറച്ച് കുടവയറൊക്കെ സെറ്റ് ചെയ്ത്, ഒറിജിനൽ കുടവയറല്ല, അത് കാണുമ്പോൾ അറിയാം, അല്ലാതെ എന്താ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അങ്ങനെ എന്തൊക്കെ വെച്ച് മേക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുടവയറും അങ്ങനെയൊക്കെ ആയിട്ട് പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഡയറക്ടറിനെ എടുത്ത് പറയണം, ഹെഡ്സ് ഓഫ് ചിദംബരം, നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഡയറക്ടർ. കിഡിലുമായിട്ട് പെർഫെക്റ്റ്ലി ഡയറക്റ്റഡ് മൂവി എന്ന് പറയാം. അവാർഡ് വിന്നിങ് മൂവി ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പ്രൊഡ്യൂസർ KVN പ്രൊഡക്ഷൻ, വെങ്കട്ട് K നാരായണൻ. പിന്നെ ശൈലജ ദേശായി, റൈറ്റർ
ജിത്തു മാധവൻ, നമ്മുടെ ആവേശത്തിൻ്റെ റൈറ്റർ. മ്യൂസിക് സുഷിൻ ശ്യാം. മ്യൂസിക്കൊക്കെ കിട്ടില്ല. അതിലൊരു സോങ് ഉണ്ട്, അത് മിക്കവാറും അത് വൈറലാകും. ഒരു കുട്ടിയുടെ ഒരു സോങ്, കുട്ടി പാടുന്നൊരു സോങ്ങാണ് അത്. മിക്കവാറും അത് വൈറലാവും. സിനിമോറ്റോഗ്രാഫർ ഷൈജു കാലിദ്. ഓ മൈ ഗോഡ്, എന്ത് ഡെപ്താണെന്ന് ഓരോ ഷോട്ടിലും. ഒരു പ്രോപ്പർ ലൈറ്റിംഗ് ഒക്കെ വരുമ്പം, ഒരു പ്രോപ്പർ ലൈറ്റിങ്ങും കളറും ഒരു നേച്ചർ ബ്യൂട്ടിയിലോട്ട് വരുമ്പം പെർഫെക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഷൈജു കാലിദ്. ഒന്നും പറയാനില്ല. പിന്നെ എഡിറ്റർ വിവേക് ഹർഷന്. ഇവരൊക്കെ ആക്ച്വലി ഇതിൽ ചെയ്തിരിക്കുന്ന, അതായത് ഡയറക്ടർ, റൈറ്റർ, സിനിമാറ്റോഗ്രാഫർ, എഡിറ്റർ, മ്യൂസിക് എല്ലാം ടോപ്പ് നോച്ച്. നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലെ ടോപ്പ് നോച്ച് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു പടമാണ് ബാലൻ ദി ബോയ് എന്ന് പറയുന്നത്. നിങ്ങളിത് മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യണം. കാരണം ഇതൊരു തിയേറ്റർ വാച്ചബിൾ മൂവിയാണെന്ന് പറയും. OTT ചെയ്യുന്നേണ്ട ഒരു ഡെപ്തും ക്വാളിറ്റിയൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നിങ്ങൾ മസ്റ്റായിട്ടും തിയേറ്ററിൽ പോയി തന്നെ വാച്ച് ചെയ്യണം. ഞാൻ ഈ മൂവിക്ക് ഔട്ട് ഓഫ് 5 ഫസ്റ്റ് ടൈം ഞാൻ ഔട്ട് ഓഫ് 5 5 തന്നെ കൊടുക്കുകയാണ്. കാരണം ഈ മൂവിയുടെ സ്റ്റോറിയും അതിൻ്റെ ആ മേക്കിങ്ങും അതിലെ ആൾക്കാർ ഇട്ടിരിക്കുന്ന എഫേർട്ടും അഭിനയിച്ചിരിക്കുന്നവരും എല്ലാവരെയും കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു മൂവിക്ക് ഞാൻ ഔട്ട് ഓഫ് 5 റേറ്റിംഗ് ആണ് കൊടുക്കുന്നത്. നിങ്ങളിത് മിസ്സാകലെന്ന് എനിക്ക് പറയണം. മിസ്സാക്കിയാൽ വലിയ നഷ്ടമാണ് ഇത് തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ. ഫാമിലി ആയിട്ട് ധൈര്യമായിട്ട് പോയിരുന്നു കാണാൻ പറ്റുന്ന വളരെ ഒരു ക്ലാസിക്കൽ സ്റ്റോറി. ക്ലാസിക്കൽ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം കുഞ്ഞുങ്ങൾക്ക് അമ്മമാർ പറഞ്ഞു കൊടുക്കുന്ന കഥ കാണുമല്ലോ, അല്ലെങ്കിൽ അമ്മൂമ്മമാർ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ, അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് ഈ ഒരു മൂവിക്കുള്ളതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു അമ്മയും മോനും തമ്മിലുള്ള കുറേ ഇമോഷണൽ കണക്ഷൻസും എല്ലാം, സ്കൂളിൽ വിടുന്നതും എല്ലാം ഇതിൽ കാണിക്കുന്നു. സോ ഒരു ക്ലാസിക്കൽ മൂവി എന്ന് തന്നെ നമുക്കത് പറയാം. അത് പലർക്കും അത് ഫീൽ ചെയ്യും ഇമോഷണലായിട്ട്. സെക്കൻഡ് ഹാഫ് മുതൽ ക്ലൈമാക്സ് കൊള്ളാം, ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് കൊള്ളാം. ടോട്ടലി ദ മൂവി ഈസ് പെർഫെക്റ്റ്. ധൈര്യമായിട്ട് പോയി കണ്ടോളൂ, ഒന്നും നോക്കണ്ട. വീക്കെൻഡ് ഞാൻ എന്തായാലും 2ാമത്തെ തവണയും ഈ മൂവി പോയി വാച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ആ തിയേറ്ററിൽ നിന്ന് മിസ്സാവാൻ പാടില്ല. ഞാൻ OTTയിലാണ് എനിക്ക് കണ്ടത്, പക്ഷേ ഞാൻ ഇതൊന്നുകൂടെ പോയി കാണാം. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ക്ലാസിക്കൽ മൂവിയാണ് ബാലൻ ദി ബോയ് എന്ന് പറയുന്നത്. അപ്പം അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ടുണ്ടെങ്കിൽ കാണാം ഗൈസ്. ഒരു ബൈ.